കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കരണത്തടി കൊടുത്ത ലോക്സഭാ മണ്ഡലമായിരുന്നു ഫൈസിയാബാദ്. രാമജന്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസിയാബാദ്. അവിടെ ബി.ജെ.പി സ്ഥാനാർത്ഥി ദയനീയമായി തോറ്റു. അത് വെറും ബി.ജെ.പി സ്ഥാനാർത്ഥിയല്ല, മോദിയുടെയും യോഗിയുടെയും വലം കൈയായ ബി.ജെ.പി സ്ഥാനാർത്ഥി ലലു സിംഗ് തോറ്റു. വലിയ തിരിച്ചടിയായിപ്പോയി ബി.ജെ.പിക്ക് അത്. ഉത്തർപ്രദേശിൽ എമ്പാടും ബി.ജെ.പിക്ക് എതിരായ ജനവികാരം സ്പഷ്ടമായിരുന്നു. ഇപ്പോഴിതാ വലിയൊരു തിരിച്ചടി ബി.ജെ.പിക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു. ക്ഷേത്രങ്ങളുടെ നഗരമാണ് ബദരിനാഥ്. ബദരിനാഥ് ഉത്തരാഖണ്ഡിലെ നഗരമാണ്. ബദരിനാഥിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്തസ്സായി തോറ്റു. ആ ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ പേര് രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി. ഈ രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി മുമ്പ് കോൺഗ്രസിലായിരുന്നു. കോൺഗ്രസിൽ നിന്ന് ഓപ്പറേഷൻ താമരയിലൂടെ ബി.ജെ.പിയിലേക്ക് എത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ആ മഹാമനുഷ്യനെ ബദരിനാഥിലെ ജനങ്ങൾ, ക്ഷേത്ര നഗരിയിലെ ജനങ്ങൾ വോട്ടിച്ചു വിട്ടു. 6000-ൽ പരം വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി ലഖ്പതി സിംഗ് ബുഡോലയോടാണ് അദ്ദേഹം തോറ്റത്. ലഖ്പതി സിംഗ് ബുഡോലയോട്. ഇതോടുകൂടി ബദരിനാഥും ബി.ജെ.പിയെ കൈവിട്ടിരിക്കുന്നു. ബി.ജെ.പിക്ക് എക്കാലവും വളക്കൂറുള്ള അല്ലെങ്കിൽ ബി.ജെ.പിയുടെ കോട്ട എന്ന് പറയാവുന്ന മണ്ഡലമായിരുന്നു ബദരിനാഥ്. ആ ബദരിനാഥിലാണ് കോൺഗ്രസ് അട്ടിമറി വിജയം നേടിയിരിക്കുന്നത്. അട്ടിമറി വിജയം കോൺഗ്രസ് നേടിയതോടുകൂടി ബി.ജെ.പിയുടെ ഡിമാൻഡ് കുത്തനെ താണിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് ബദരിനാഥിൽ മിന്നുന്ന വിജയം തന്നെയാണ് നേടിയതെന്ന് ബി.ജെ.പി നേതാക്കളും തലകുലുക്കി സമ്മതിക്കുകയാണ്. അയോധ്യ സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലം പോയി. ബദരിനാഥ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മണ്ഡലമായിരുന്നു. ബദരിനാഥിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊക്കെ ബി.ജെ.പി കണക്കുകൂട്ടി. അതിനുവേണ്ടിയാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന, അല്ലെങ്കിൽ കാലുറപ്പില്ലാത്ത, അല്ലെങ്കിൽ നട്ടലുറപ്പില്ലാത്ത, അല്ലെങ്കിൽ ഡാഷിനുറപ്പില്ലാത്ത രാജേന്ദ്ര സിംഗ് ഭണ്ഡാരിയെ ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ച് അയാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. അയാൾ അവിടെ 8 നിലയിൽ പൊട്ടി. അവിടെ വിജയിച്ചത് ലഖ്പതി സിംഗ് ബുഡോല എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇതോടുകൂടി ബി.ജെ.പിയുടെ ഉത്തരേന്ത്യൻ മോഹങ്ങൾക്ക് തിരിച്ചടി വീണ്ടിരിക്കുകയാണ്. ബി.ജെ.പിയുടെ കൊട്ടളങ്ങൾ പോലും തകർത്ത് തരിപ്പണമായിരിക്കുന്നു 13 ഉപതെരഞ്ഞെടുപ്പിൽ. ഈ 13 ഉപതെരഞ്ഞെടുപ്പിൽ 10 നേടിയത് കോൺഗ്രസ് ആണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം. ഒരിടത്ത് സ്വതന്ത്രനും 2 ബി.ജെ.പിയും വിജയിച്ചു. 10 കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വലിയൊരു മുന്നേറ്റമാണ് കാഴ്ചവച്ചിരിക്കുന്നത്. എന്തായാലും മോദി യുഗത്തിന്റെ അന്ത്യം ബദരിനാഥിൽ നിന്ന് തുടങ്ങുന്നു. ബദരിനാഥ് ക്ഷേത്ര നഗരിയാണ്. ബി.ജെ.പിക്ക് അനുകൂലമായി കാവിക്കൊടികൾ ഉയർത്തുന്ന നഗരിയാണ്. ആ നഗരിയിലാണ് ഇപ്പോൾ ത്രിവർണ്ണ പതാക പാറിക്കളിക്കുന്നത്. ഇന്ത്യയുടെ പതാക, ഇന്ത്യ മുന്നണിയുടെ പതാക.